Hi all. So now what we are going to study is how to use variables in your PHP. So നമുക്കറിയാം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് യൂസ് ടു സ്റ്റോർ ദ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ നെയിംസിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. So in the previous lecture we have seen how to run a PHP program and also I showed you how to print hello world and അതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. സോ ആ സെയിം മെത്തഡോളജി തന്നെയാണ് ഇവിടെ നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. So now we'll move to the topic. So variables, it means it is something which is used to store values. നമ്മൾ സി ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ഒരു വാല്യൂ, ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയർ ആണ് വേരിയബിൾ. വേരിയബിളിൻ്റെ പേരിന് നെയിം ദാറ്റ് യു ഗിവ് ടു ദി വേരിയബിൾ വി കോൾ ഇറ്റ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. So here also we have variables. We can use variables to store values. സോ വേരിയബിൾസ് പി എച്ച് പിയിൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ വേരിയബിൾസ് ഓൾ ദി വേരിയബിൾസ് ദാറ്റ് യു യൂസ് ഇൻ പി എച്ച് പി ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ഡോളർ സിമ്പിൾ. അതായത് ഇപ്പം ഐ എം യൂസിങ് എ വേരിയബിൾ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണെങ്കിൽ ഇൻ പി എച്ച് പി ഇറ്റ് വിൽ ബി റിട്ടൺ ലൈക്ക് ഡോളർ എ വിച്ച് റെപ്രസെൻറ്റ്സ് ദാറ്റ് എ ഇസ് എ വേരിയബിൾ വിച്ച് ഹാസ് ദി എബിലിറ്റി ടു സ്റ്റോർ സം വാല്യൂസ്. സോ ഈ വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ വെൻ യു നെയിം എ വേരിയബിൾ ദർ ഷുഡ് ബി സംതിങ് വിച്ച് യു ഹാവ് ടു ടേക്ക് കെയർ. ദ ഫസ്റ്റ് വൺ ഇസ് it should start with dollar sign which start here, and variables can start with alphabets and also it can start with underscore character underscore അല്ലെങ്കിൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ഒരിക്കലും നമ്പർ വെച്ച് വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് ഓൾസോ വേരിയബിൾസ് ക്യാൻ കണ്ടെയ്ൻ ഓൾ ദീസ് തിങ്സ് എ ടു ഇസഡ് വരെ 0 to 9 അല്ലെങ്കിൽ അണ്ടർസ്കോർ സിമ്പൽ. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ഇപ്പം ഇഫ് ഐ വോണ്ട് ടു ക്രിയേറ്റ് എ വേരിയബിൾ ഐ ക്യാൻ ഗിവ് എ നെയിം ലൈക്ക് ആൽഫ ALPHA എന്നെഴുതാം, അല്ലെങ്കിൽ ആൽഫ അണ്ടർസ്കോർ ന്യൂമറിക് എന്നെഴുതാം, അല്ലാതെ ആൽഫ സ്പേസ് ന്യൂമറിക് ഇസ് നോട്ട് അലൗഡ്. സോ ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് സ്പേസസ് വേരിയബിൾസ്. ആൻഡ് ഓൾസോ വേരിയബിൾസ് ആർ കേസ് സെൻസിറ്റീവ്. ഇപ്പം നിങ്ങൾ ഒരു വേരിയബിൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ കേസ് അപ്പർ കേസ് ആണെങ്കിൽ അത് താഴെ യൂസ് ചെയ്യുമ്പോഴും പ്രോഗ്രാമിൽ എവിടെ യൂസ് ചെയ്യുമ്പോഴും അത് അപ്പർ കേസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. ഇറ്റ് ഇസ് കേസ് സെൻസിറ്റീവ്. ആൻഡ് ഇത് പി എച്ച് പിയിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആർ നോട്ട് ഡിക്ലെയർഡ്. അതായത് നമ്മൾ പറയുന്ന പി എച്ച് പി വേരിയബിൾസ് ആർ ലൂസ്ലി ടൈപ്ഡ് എന്നാണ് പറയുന്നത്. കാരണം സി ലാംഗ്വേജ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ആദ്യം വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, ലൈക്ക് ഇൻറ്റ് എ എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. പിന്നെ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻറ്റിജർ വാല്യൂസിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനല്ല. യു ആർ നോട്ട് ഡിക്ലെയറിങ് ദ വേരിയബിൾസ്. നമ്മൾ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ഏത് വാല്യൂ ആണോ വരുന്നത് അതാണ് ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞ വേരിയബിൾ ആദ്യം നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിൽ സെക്കൻഡ് തേർഡ് ഒരു 5 ലൈൻ കഴിയുമ്പോൾ യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ സ്ട്രിങ് ആസ് വെൽ. ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്ത് സ്ട്രിങ് ആണ് ഇനിഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിളിൻ്റെ നെയിം ഈ ടൈപ്പ് സ്ട്രിങ് ആയി മാറും. ആൻഡ് വേരിയബിൾസ് തന്നെ അതിന് പല ലൈഫ് ടൈം ഉണ്ട്. നമ്മൾ സി പഠിക്കുന്ന പോലെ തന്നെ വി ഹാവ് ഡിഫറെൻറ്റ് ലൈഫ് ടൈംസ് ഓഫ് വേരിയബിൾസ്. ലോക്കൽ വേരിയബിൾസ് ഉണ്ട്, അത് ഫംഗ്ഷൻസിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ ഐ വിൽ ടോക്ക് അബൌട്ട് ദീസ് സ്കോപ്പ് ഓഫ് വേരിയബിൾസ്. അതേപോലെ ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ട്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന വേരിയബിൾ. അതിൻ്റെ ലൈഫ് ടൈം ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കംപ്ലീറ്റ്ലി അതിൻ്റെ ലൈഫ് ടൈം അവൈലബിൾ ആണ്. ആൻഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വേരിയബിൾ ക്ലോസ് ആയാലും അതിൻ്റെ ലൈഫ് ടൈം എൻഡ് ആകാത്ത ടൈപ്പ് വേരിയബിൾസിനാണ് സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അറേയ്സ് ഇങ്ങനെ പ്രോഗ്രാംസ് ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ വി വിൽ സി. സോ ദിസ് ഇസ് വാട്ട് അബൌട്ട് വേരിയബിൾസ്. വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എവറി വേരിയബിൾ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ഡോളർ സിമ്പൽ. പിന്നെ ഡോളർ കഴിഞ്ഞിട്ട് വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ആൽഫബറ്റ്സ് ഓർ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് അണ്ടർസ്കോർ സിമ്പൽ. ആൻഡ് ദർ ആർ സം വേരിയബിൾസ് വിച്ച് കനോട്ട് ബി ചില പേരുകൾ നമുക്ക് വേരിയബിൾസിൽ കൊടുക്കാൻ പറ്റത്തില്ല, ലൈക്ക് അണ്ടർസ്കോർ ഗെറ്റ്, അണ്ടർസ്കോർ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരും. ദോസ് ആർ ഓൾ കീവേഡ്സ് ദാറ്റ് യു യൂസ് ഇൻ പി എച്ച് പി. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വേരിയബിൾ നെയിമായിട്ട് കൊടുക്കാൻ കഴിയില്ല. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വേരിയബിൾസ്. സോ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വേരിയബിൾസ് സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് പി എച്ച് പിയിൽ ഒന്ന് ഇൻറ്റിജർ ടൈപ്പ് സപ്പോർട്ട് ചെയ്യും, ഫ്ലോട്ട് ടൈപ്പ് സപ്പോർട്ട് ചെയ്യും, സ്ട്രിങ്, ബൂളിയൻ, അറേയ്സ്, ഒബ്ജക്ട്സ്, റിസോഴ്സസ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഇനിഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ ആണെങ്കിൽ ദാറ്റ് വേരിയബിൾ ബിക്കംസ് ആൻ ഇൻറ്റിജർ ടൈപ്പ്. ഫ്ലോട്ടിംഗ് വാല്യൂസ് ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ആ ഫ്ലോട്ടിംഗ് വാല്യൂസ് ആയിട്ട് ടൈപ്പായിട്ട് മാറും. സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, ബൂളിയൻ, അറേയ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വി വിൽ സി. ആൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഡാറ്റാബേസ് കണക്ടിവിറ്റി ആയിട്ട് ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് resources. So these are the different data types or primitive types that you have in PHP. So now we will
see how variables are declared in your program. ഇത് നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ യു ആർ ഹാവിങ് HTML പേജ് ഹിയർ. PHP എന്ന് പറഞ്ഞ ടാഗിനകത്താണ് PHP കോഡ് എന്നെഴുതുന്നത്. ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വേരിയബിൾസിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്, ദാറ്റ് ഇസ് ദ ടൈപ്പ് ഓഫ് ദാറ്റ് വേരിയബിൾ. വി ആർ നോട്ട് യൂസിങ് എനി ഡിക്ലറേഷൻ സ്റ്റെപ്സ് ഓർ എനിത്തിങ്, ഡിക്ലെയർ ചെയ്യുന്നില്ല. സോ വാട്ട് വിൽ ഡു ഇസ് വേരിയബിൾസ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ഡോളർ സിമ്പിൾ. x ഈക്വൽ ടു 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഇൻറ്റിജർ ടൈപ്പാണ്, കാരണം 5 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതേ എക്സിനെ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്ട്രിങ് ആക്കുകയാണെങ്കിൽ അത് സ്ട്രിങ് ടൈപ്പായി മാറും. അതേപോലെ വേറൊരു വേരിയബിളും കൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, എക്സ് ഈക്വൽ ടു 7.9 അല്ലെ വൈ ഈക്വൽ ടു 7.9 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ വേരിയബിൾ പിന്നീട് ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. ആൻഡ് അനദർ ടൈപ്പ് ഈ സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്ട്രിങ് ഷുഡ് ബി ലൈക്ക് ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് എഴുതുകയാണെങ്കിൽ സ്ട്രിങ് ഷുഡ് ബി ലൈക്ക് ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ യു ക്യാൻ ഗിവ് ദി സ്ട്രിങ് ടൈപ്പ്. സോ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ വേരിയബിളിനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എക്കോ കമാൻഡ്. എക്കോ കമാൻഡിനകത്ത് ദി വാല്യൂസ് ആർ ഇപ്പോൾ ഈ ഡബിൾ കോട്ട്സിനകത്ത് തന്നെ നമുക്ക് എക്കോ കമാൻഡ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ലൈക്ക് $x $y ആൻഡ് $z ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സും വൈയും ഇസഡിൻ്റെ സ്ഥാനത്ത് യു വിൽ ഹാവ് 5, 7.9 ആൻഡ് ഹലോ. സോ ഇങ്ങനെ നമുക്ക് വേരിയബിൾസിനെ പ്രിൻറ്റ് ചെയ്യാം. ഇതല്ലാതെ വി ക്യാൻ ഓൾസോ പ്രിൻറ്റ് ലൈക്ക് ദി വാല്യൂസ് ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് യു ക്യാൻ പ്രിൻറ്റ് ലൈക്ക് ഈ നമ്മൾ സാധാരണ ജാവ സിയിലൊക്കെ എഴുതുന്ന പോലെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഹിയർ യു ക്യാൻ യൂസ് ഡോട്ട് സിമ്പിൾ $x $y ഓർ $z എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം ഹിയർ. റൈറ്റ്. സോ ഇതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഈ പ്രോഗ്രാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എക്കോ കമാൻഡിൻ്റെ ബാക്കി എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. സോ ഈ രണ്ട് രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, വാല്യൂസ് ആർ എന്നും പറഞ്ഞ് ഇങ്ങനെയും. ആൻഡ് ദിസ് ഡോട്ട് ഓപ്പറേറ്റർ വി കോൾ ഇറ്റ് ആസ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ വിച്ച് ഇസ് കൺകാറ്റിനേറ്റ്, അതായത് ഈ ഡോട്ട് കാണുന്ന അവിടെ വെച്ച് ഇതിനെ കൺകാറ്റിനേറ്റ് ചെയ്യും. സോ ഞാൻ എൻ്റെ പ്രോഗ്രാം ഓൾറെഡി റൺ ചെയ്ത് വെച്ചേക്കുന്ന പ്രോഗ്രാമിലോട്ട് ഞാൻ ഇതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്താൽ ദർ ഇസ് സം തിങ് ലൈക്ക് അൺഡിഫൈൻഡ് വേരിയബിൾ എന്നാണ് പറയുന്നത്. അൺഡിഫൈൻഡ് വേരിയബിൾ ഇസഡ്. സോ വി ഡോണ്ട് ഹാവ്, ഞാനിവിടെ ഇസഡ് എന്നാണ് കൊടുത്തത്, സോറി, യു ഹാവ് ടു ഗിവ് ഇറ്റ് ആസ്, ഞാനിപ്പം ഇവിടെ ഇസഡ് ആക്കാം ബിക്കോസ് 2 എക്സ് കിടക്കുന്നുണ്ട്. വിൽ ഹാവ് ഇസഡ്. ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ പ്രിൻറ്റ് ദ വാല്യൂസ്. ദിസ് ഇസ് HTML ഫയൽ. ദ വാല്യൂസ് ആർ 5, 7.9 ആൻഡ് ഹലോ. അത് കഴിഞ്ഞ് ദ വാല്യൂസ് ആർ 55, 7.9 ഹലോ. ഇത് നമുക്ക് അത്ര ഫോർമാറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിവിടെ ഇത് കഴിഞ്ഞ് ന്യൂ ലൈനിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ലൈക്ക് BR. ഇതേപോലെ വി ക്യാൻ യൂസ് ദി എസ്കേപ്പ് സീക്വൻസ് ലൈക്ക് /n ആസ് വെൽ. /n എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂ ലൈനാണ് ഉദ്ദേശിക്കുന്നത് PHPയിൽ. സോ യു ക്യാൻ ഗോ ഫോർ BR. ബ്രേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ലൈനിലോട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഇതേപോലെ വി ക്യാൻ യൂസ് എനി HTML സിൻടാക്സ് ഫോർ ബ്രേക്കിംഗ് ദിസ്. ഇങ്ങനെ ചെയ്യാം. ഇത് കൂടാതെ ഈ ഡബിൾ കോട്ട്സിന് പകരം ഇഫ് യു യൂസ് എ സിംഗിൾ കോട്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ, സിംഗിൾ കോട്ട്സ് നോട്ട് ഇത് ഇങ്ങനെ നിന്നോട്ടെ. ആൻഡ് ഇവിടെ ഞാൻ ഡബിൾ കോട്ട്സിന് പകരം സിംഗിൾ കോട്ട്സ് ആണെങ്കിലും ഇറ്റ് വിൽ പ്രിൻറ്റ് ഇറ്റ്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാല്യൂസ് പ്രിൻ്റ് ആവത്തില്ല. സിംഗിൾ കോട്ട്സിൽ എന്തെടുത്താലും ഇതെല്ലാം ലിറ്ററൽസ്, $XYZ എന്ന് പറഞ്ഞാലും ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ലിറ്ററൽസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ, വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യത്തില്ല. സോ അങ്ങനെ വാല്യൂസ് ഡിസ്പ്ലേ സിംഗിൾ കോട്ട്സ് വെച്ച് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ദിസ് കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ. കൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടി വരും. കൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും ഡോട്ട് ഇരിക്കുകയാണെങ്കിൽ. അണ്ടർസ്റ്റുഡ്. ആൻഡ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്കോ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇപ്പം ഐ വാണ്ട് ടു മേക്ക് ദിസ് വാല്യൂ, ഈ വാല്യൂസിനകത്ത് വാല്യൂസ് ഡബിൾ കോട്ട്സിനകത്ത് വരണം. വാല്യൂസ് ഡബിൾ കോട്ട്സിനകത്ത് ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഡബിൾ കോട്ട്സ് ആണെന്ന് വിചാരിക്കുക. ഈ വാല്യൂസ് എന്ന് പറഞ്ഞ വേർഡ് ഡബിൾ കോട്ട്സിൽ വരണം, സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട്സിൽ വരണമെങ്കിൽ യു കനോട്ട് ഡു ലൈക്ക് ദിസ് ബിക്കോസ് ഇതൊരു എറർ ആയിരിക്കും.
സോ ഇങ്ങനെ ഡബിൾ കോഡ് സിമ്പിൾ ഇതിനകത്ത് ഓൾറെഡി യൂസ് ചെയ്യുന്ന സിമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഗോ ഫോർ സംതിങ് കോൾ സ്ലാഷ് സിമ്പിൾ ഇട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ എറർ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂസിൻ്റെ അവിടെ ഡബിൾ കോഡ്സ് വരും. ഈ ഡബിൾ കോഡ്സ്, ഡോളർ സിമ്പിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഗോ ഫോർ ദിസ് തിങ്. ഇവിടെ എനിക്ക് ഡോളർ സിമ്പിൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പുട്ട് എ സ്ലാഷ് ആൻഡ് ഡോളർ, അങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ വേരിയബിൾസിൻ്റെ ടൈപ്പ് എന്തുവാണെന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ പ്രിൻറ്റ് ലൈക്ക് ദിസ്. വാർ ഡംപ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. വാർ ഡംപിനകത്ത് നിങ്ങൾ $x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ ടൈപ്പ് ഓഫ് ദാറ്റ് വേരിയബിൾ. ഈ എക്സിൻ്റെ ടൈപ്പ് എന്തുവാണെന്നുള്ള അവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. യു ക്യാൻ സീ ദാറ്റ് ഹലോ എന്നാണ് അതിൻ്റെ കണ്ടൻറ്റ്. അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റ് ആണ്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ size of the variable is, ഞാൻ br കൊടുക്കുന്നു. ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കുകയാണ് ന്യൂ ലൈൻ വരാൻ വേണ്ടി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണ്, അതിൻ്റെ കണ്ടൻറ്റ് എത്രയാണ്, സൈസ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. യു ക്യാൻ സീ ഹിയർ. സെമി കോളൻ, ഡോണ്ട് ഫോർഗെറ്റ്, എല്ലാ ലൈൻ കഴിഞ്ഞാലും സെമി കോളൻ ഇടണം, അതർവൈസ് ആ ലൈൻ എൻഡ് ആയെന്ന് മനസ്സിലാവത്തില്ല. ജസ്റ്റ് ഫോർ ദ സൈസ് ഓഫ് ദ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ടൈപ്പാണ്, അതിനകത്തുള്ള വാല്യൂ 5 ആണ്. അതിപ്പോൾ നമ്മൾ സ്ട്രിങ് വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. ഈ ഇസഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കാം var dump $z എന്ന് കൊടുത്താൽ ഇസഡ് എന്ന് പറഞ്ഞ സ്ട്രിങ് എന്ത് ടൈപ്പാണെന്നുള്ളത് പറയും. അത് കൂടാതെ സ്ട്രിങ് ആണ്, അതിൻ്റെ സൈസ് 5 ആണ്, അതിനകത്തുള്ള വാല്യൂ ഹലോ ആണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണും. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ യൂസ് വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് യൂസ് എ ഡോളർ സിമ്പിൾ. പിന്നെ വേരിയബിൾസിനകത്ത് ഒരിക്കലും യു കനോട്ട് ഗിവ് എ വാല്യൂ ലൈക്ക് 4, ഇങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് യു ക്യാൻ യൂസ് അണ്ടർസ്കോർ സിമ്പിൾ യൂസ് ചെയ്താൽ വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് നമുക്ക് വേരിയബിളിന് ഒരിക്കലും കീവേഡ്സ്, there are some keywords like this. ചില കീവേഡ്സ് ഉണ്ട്, $_, get, $_post, ഇങ്ങനത്തെ കീവേഡ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഫോംസിൻ്റെ ആക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ്. ഫോമിൽ നിന്ന് വാല്യൂ റിട്രീവ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനും സബ്മിറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ പോസ്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ്. അതൊന്നും നമുക്ക് ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ യൂസ് വേരിയബിൾസ് ഇൻ അവർ പ്രോഗ്രാം. ഇനി അടുത്ത ലെക്ചറിൽ വി വിൽ സീ ഹൗ വി ക്യാൻ ഡു ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ദീസ് ആർ സം ബേസിക് സ്റ്റെപ്സ് ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺ വേരിയബിൾസ് എന്തുവാണ്, വേരിയബിൾസിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. ഇവിടെ തന്നെ എക്കോയിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്ന എന്ത് HTML ടാഗ്സ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫോർ സ്റ്റൈലിംഗ് ദി വാല്യൂസ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് HTML ടാഗ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. H1 കൊടുത്താൽ അവിടെ H1 സൈസിലായിരിക്കും അതിനകത്തുള്ള കണ്ടൻസ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ദിസ് വാല്യൂസ് ആർ റൈറ്റ്. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ ഡിസ്പ്ലേ തിങ്സ്. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ് അത് എററായിട്ട് വന്നത്, ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വേരിയബിൾസ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ലെക്ചറിൽ നമ്മൾ കണ്ടത്. താങ്ക് യു.